ബിസിനസ് സ്റ്റഡീസിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇൻഷുറൻസ് സേവനങ്ങൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻഷുറൻസ്. ഒരു നിശ്ചിത തുക പ്രീമിയമായി നൽകിക്കൊണ്ട് നഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചേക്കാനിടയുള്ള നഷ്ടസാധ്യതകളെ മറ്റൊരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമായി മാറ്റുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ ഒരു നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്തി തരാനായിട്ട് മറ്റൊരാള് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം അത് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ആ ഒരു സ്ഥാപനത്തിന് ഒരു നിശ്ചിത തുക പ്രീമിയമായി നൽകുക. അപ്പോൾ അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു കെട്ടിടത്തിന് നമ്മൾ എന്താണ് ഒരു ഇൻഷുറൻസ് എടുത്തു. ഭാവിയിൽ എന്താണ് ആ കെട്ടിടത്തിന് എന്തെങ്കിലും നഷ്ടം പറ്റിക്കഴിഞ്ഞാൽ ആ നഷ്ടം പറ്റുന്ന ആ ഒരു നഷ്ടപരിഹാര തുക നമുക്ക് എന്താണ് മറ്റൊരു സ്ഥാപനം തരിക. ആ സ്ഥാപനത്തെ നമ്മൾ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയും അല്ലെ. അപ്പൊ ആ സ്ഥാപനം തരിക. അത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇപ്പം ഒരു ചെറിയ പൈസ അവർക്ക് നൽകേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ഇൻഷുറൻസിലെ ചില ടേംസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻഷുറർ. ഇൻഷുറർ എന്ന് വെച്ചാൽ ആരാന്ന് നോക്കാം. ഇൻഷുറർ എന്നാൽ മറ്റൊരാളുടെ ആപൽ സാധ്യതകൾ യാഥാർത്ഥ്യമായാൽ നഷ്ടപരിഹാരം നൽകുന്ന വ്യക്തി അഥവാ ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് ഈ ഒരു ഇൻഷുറൻസിൽ നമുക്ക് പരിഹാരം തരുന്ന ആ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ കെട്ടിടത്തിന് ഒരു ഇൻഷുറൻസ് എടുത്തു. ആ കെട്ടിടത്തിന് എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ ആരാണോ നമുക്ക് ആ ഒരു നഷ്ടപരിഹാര തുക തരുന്നത്, ആ തരുന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയും. ഓക്കെ, അടുത്തത് ഇൻഷ്വേർഡ് ആണ്. ഇൻഷ്വേർഡ് എന്ന് വെച്ചാൽ ആരുടെ ജീവനാണോ അല്ലെങ്കിൽ എന്താണ് ആരുടെ സ്വത്തിനാണോ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് അത്തരം വ്യക്തികളെയാണ് നമ്മൾ ഇൻഷ്വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ആ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് അവരുടെ ലൈഫിനാണ് അല്ലേ. അപ്പൊ ആ വ്യക്തിയെ, ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തിയെ എന്ത് പറയാം, ഇൻഷ്വേർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാളുടെ കെട്ടിടത്തിന്, അവരുടെ വീടിന് ഒരു ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ആ വ്യക്തിയെ, ആ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയെ നമ്മൾ ഇൻഷ്വേർഡ് എന്ന് പറയും. ഓക്കെ, അടുത്തത് പോളിസിയാണ്. പോളിസി എന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ നിബന്ധനകൾ അടങ്ങിയിട്ടുള്ള രേഖയാണ്. അതായത് ഇൻഷുറൻസിന്റെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രേഖയെ നമ്മൾ പോളിസി എന്നാ പറയാ. അടുത്തത് പ്രീമിയം ആണ്. നഷ്ടം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഇൻഷുർഡ് എന്ന വ്യക്തി മാസ, ത്രൈമാസ അല്ലെങ്കിൽ അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക തവണകളായി ഇൻഷുറർക്ക് നൽകുന്ന തുകയെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതായത് പ്രീമിയം എന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തി ഇൻഷുറർക്ക് ഒരു പൈസ കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ചിലപ്പോൾ മാസമായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് 3 മാസം കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വാർഷികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അർദ്ധവാർഷികമായിട്ടായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എന്താണ് ഒരു പൈസ അടക്കേണ്ടതുണ്ട്. ആ പൈസ അടച്ചാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടൂ, നഷ്ടം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടൂ. അപ്പോൾ ആ നൽകുന്ന പൈസയെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇൻഷുറൻസ് തത്വങ്ങളാണ് പറയാനുള്ളത്. ഇൻഷുറൻസ് തത്വങ്ങൾ എന്തൊക്കെയാ നോക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തത് ഉത്തമ വിശ്വാസം. ഇൻഷുറൻസ് കരാറുകൾ പരസ്പരമുള്ള ഉത്തമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായതാണ്. കരാറിൽ ഏർപ്പെടുന്ന ഇൻഷുററും ഇൻഷുർഡും എല്ലാ വിവരങ്ങളും പരസ്പരം വെളിപ്പെടുത്തണം. അതായത് ഈ ഒരു ഇൻഷുറൻസിൽ ഏർപ്പെടുന്ന ഇൻഷുർഡും ഇൻഷുററും അവർ പരസ്പരം എന്താണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് തുറന്നു പറയണം. ഒരു കാര്യങ്ങളും എന്താണ് മറച്ചു വെക്കാൻ പാടില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷുറർ ആയാലും ഇൻഷുർഡ് ആയാലും തുറന്നു പറയേണ്ടതുണ്ട്. ഇപ്പൊ ഒരു കെട്ടിടത്തിന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു ഇൻഷുർഡ് കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷുററോട് പറയണം. അതുപോലെ തന്നെ ആ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയാണ് അതിന്റെ പ്രീമിയം വരുന്നത്, എത്ര പൈസയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക, ആ കാര്യങ്ങളൊക്കെ ആരും പറയണം, ഇൻഷുററും പറയണം. ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ തത്വം. അടുത്തത് നഷ്ടോത്തരവാദിത്തമാണ്. നഷ്ടോത്തരവാദിത്തം എന്നാൽ നഷ്ടം നികത്തി കൊടുക്കാനുള്ള ചുമതല എന്നാണ് അർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇൻഷുറൻസ് എടുത്ത കക്ഷിക്കുണ്ടാകുന്ന യഥാർത്ഥ നഷ്ടം മാത്രമേ നികത്തി കൊടുക്കുകയുള്ളൂ. പോളിസിയിൽ പറഞ്ഞ തുകയിൽ കവിയാത്ത തുകയായിരിക്കണം. അതായത് ഒരു നഷ്ടം പറ്റിക്കഴിഞ്ഞാൽ എത്രയാണോ നഷ്ടം പറ്റിയിട്ടുള്ളത് ആ നഷ്ടപരിഹാരം മാത്രമേ ആര് തരൂ, ഇൻഷുറർ ഇൻഷുർഡിന് നൽകുകയുള്ളൂ. ഇനി എന്താണ്, പോളിസി എടുത്തിരിക്കുന്നത് ചിലപ്പം നഷ്ടപരിഹാര തുകയേക്കാൾ കൂടുതലാണെങ്കിൽ നഷ്ടപരിഹാര തുക മാത്രമേ ഇൻഷുറർ ഇൻഷുർഡിന് നൽകുകയുള്ളൂ.
ചിലപ്പോഴെന്താണ് നഷ്ടപരിഹാര തുകയേക്കാൾ കുറഞ്ഞ പൈസക്കാണ് ഇവർ പോളിസി എടുത്തതെങ്കിൽ ആ കുറഞ്ഞ പൈസ മാത്രമേ ഇൻഷുറർ നൽകുകയുള്ളൂ. ഓക്കെ, അടുത്തത് സമീപസ്ഥ കാരണം. ഏത് തരത്തിലുള്ള നഷ്ടത്തിനെതിരെയാണോ പോളിസി എടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നഷ്ടം സംഭവിച്ചാൽ മാത്രമേ ഇൻഷുർഡിന് നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. അതായത് പോളിസി എടുത്തിരിക്കുന്ന അതേ കാരണം കൊണ്ടായിരിക്കണം ഇവിടെ നഷ്ടം സംഭവിക്കേണ്ടത്. എക്സാമ്പിൾ പറയുമ്പം ഒരു അഗ്നിബാധ ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്താ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ അഗ്നി കാരണം അല്ലെങ്കിൽ തീപിടുത്തം കാരണം വരുന്ന നഷ്ടത്തിന് മാത്രമേ അവർ നഷ്ടപരിഹാരം തരികയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തീപിടുത്തം കാരണമല്ല മറ്റെന്തെങ്കിലും കാരണത്താലാണ് നമുക്ക് നഷ്ടം പറ്റിയതെങ്കിൽ ആ ഒരു നഷ്ടത്തിന് നഷ്ടപരിഹാരം ആ ഒരു കമ്പനി ഇൻഷുറൻസ് കമ്പനി നമുക്ക് നൽകുകയില്ല. അപ്പോൾ എന്താണ്, ഏറ്റവും അടുത്ത കാരണം നോക്കും. ഏത് കാരണത്തിലാണോ നമുക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ നഷ്ടം സംഭവിച്ചിരിക്കുന്ന കാരണത്തിന് എതിരെയായിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നഷ്ടപരിഹാര തുക അവർ നൽകുകയുള്ളൂ. അടുത്തത് പരിത്യാഗമാണ്. ഈ തത്വം അനുസരിച്ച് ഇൻഷുറൻസ് എടുത്ത കക്ഷിക്ക് നഷ്ടപരിഹാര തുക നൽകിയതിനു ശേഷം ആ വസ്തുവിന്മേലുള്ള അധികാരാവകാശങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനിയിൽ നിക്ഷിപ്തമാവുന്നു. അതായത് ഒരു വ്യക്തി എന്താണ് ഏതെങ്കിലും വസ്തുവിന്മേൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞു, അവർക്ക് എന്താണ് നഷ്ടം സംഭവിച്ചു, നഷ്ടം സംഭവിച്ചതിന്റെ നഷ്ടപരിഹാരവും ലഭിച്ചു. പിന്നെ എന്താണ്, പിന്നെ ആ വസ്തുവിന്മേലുള്ള എല്ലാ അധികാരവും ആർക്കായിരിക്കും? ആ ഒരു നഷ്ടപരിഹാരം തന്നിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. അടുത്തത് വീതാംശമാണ്. വീതാംശം എന്ന് വെച്ചാൽ ഒരു വസ്തു ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുർ ചെയ്യാം. ഇത്തരം സാഹചര്യത്തിൽ നഷ്ടപരിഹാര തുക എല്ലാ കമ്പനികളും ചേർന്ന് ഓരോ ഇൻഷുററുടെയും അനുപാതത്തിൽ വീതിച്ചു നൽകുന്നു. അതായത് ചിലപ്പം ഒരു വസ്തുവിന് നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. ആ സമയത്ത് നഷ്ടം സംഭവിച്ചാൽ നഷ്ടപരിഹാര തുക ആ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടല്ലോ അവർ വീതിച്ചിട്ടായിരിക്കും തരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപക്കാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കമ്പനിക്ക് എന്താണ് ഒരു 8 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. അപ്പോൾ 10 ലക്ഷം രൂപ 2 കമ്പനികളിലായിട്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 കമ്പനികളും നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് 8 ലക്ഷം ആണല്ലോ. അപ്പോൾ ഓരോ കമ്പനിയും 4 ലക്ഷം എടുത്ത് നമ്മുടെ നഷ്ടപരിഹാരം തുക തരും. അല്ലാതെ ഒരു കമ്പനി തന്നെ 8 ലക്ഷം, അടുത്ത കമ്പനി 8 ലക്ഷം, അങ്ങനെ 16 ലക്ഷം ഒന്നും നമുക്ക് കിട്ടില്ല. എത്രയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടപരിഹാര തുക കമ്പനികൾ തമ്മിൽ പരസ്പരം അനുപാതത്തിൽ നമുക്ക് വീതിച്ചു തരികയാണ് ചെയ്യുക. ഓക്കെ, അടുത്തത് നഷ്ടലഘൂകരണമാണ്. നഷ്ടലഘൂകരണം എന്ന് വെച്ചാൽ ഇപ്പം നഷ്ടം സംഭവിക്കുമ്പം ആ നഷ്ടം കുറയ്ക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ഈ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ച് നമ്മൾ എന്താണ് നഷ്ടത്തെ ലഘൂകരിക്കാതിരിക്കാൻ പാടില്ല. നഷ്ടം സംഭവിക്കുമ്പം അത് കുറക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ തീപിടുത്തം സംഭവിക്കുകയാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയുമാണ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ തത്വങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വിവിധതരം ഇൻഷുറൻസുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എടുത്ത ആൾ ഒരു നിശ്ചിത പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഇൻഷുറൻസിന്റെ കാലാവധി വരുമ്പോഴോ ഇൻഷുർ ചെയ്ത ആൾ മരിക്കുകയോ ഏതാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു നിശ്ചിത തുക ഇൻഷുറൻസ് എടുത്ത ആൾക്കോ അയാളുടെ ആശ്രിതർക്കോ നൽകാമെന്ന് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന കരാറിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അതായത് ഇപ്പം നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു, അപ്പോൾ അതിനൊരു കാലാവധി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു 20 വർഷമാണ് ലൈഫ് ഇൻഷുറൻസിന്റെ കാലാവധി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ആ 20 വർഷത്തേക്ക് നമ്മൾ പ്രീമിയം അടക്കും. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ പറഞ്ഞ ഒരു നിശ്ചിത തുക നമുക്ക് ലഭിക്കും. ഇനി 20 വർഷത്തിന് മുന്നേ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച സമയത്ത് നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ കുടുംബത്തിന് ആ പൈസ ലഭിക്കും. അത്തരം ഇൻഷുറൻസിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവൻ എടുക്കുന്ന ഇൻഷുറൻസ്. ഇപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ മരണം സംഭവിച്ചാൽ അവരുടെ കുടുംബം അനാഥമാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അവർക്ക് പിന്നെന്താണ് ചിലപ്പം ആ വീട്ടിലെ കുടുംബനാഥനാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവരുടെ കുടുംബം അനാഥമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ മരിക്കുന്ന സമയത്ത് അവരൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന തുക എന്താണ് ആ കുടുംബത്തിന് ഒരു താങ്ങാണല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പം എന്താണ് കാലാവധി പൂർത്തിയായിട്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ സമയം എന്താണ് നമുക്ക് ആ ഒരു പൈസ കിട്ടുന്നതാണ്. അതിനെയാണ് ലൈഫ് ഇൻഷുറൻസ്.
ഓക്കെ, അടുത്തത് അഗ്നിബാധ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ്. അഗ്നിബാധ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പോളിസി എടുക്കുന്ന വ്യക്തി എടുക്കുന്ന പ്രീമിയത്തിന് പകരമായി അയാൾ ഇൻഷുർ ചെയ്യുന്ന വസ്തുക്കൾക്ക് തീപിടുത്തം കാരണം എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ ഒരു നഷ്ടപരിഹാര തുക കമ്പനി തരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ കെട്ടിടങ്ങൾക്ക് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, ഒരു ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു അഗ്നിബാധ ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ കെട്ടിടത്തിന് അഗ്നി കാരണം, തീപിടുത്തം കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടപരിഹാര തുക കമ്പനി തരും. അടുത്തത് മറൈൻ ഇൻഷുറൻസ് ആണ്. മറൈൻ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പോളിസി എടുക്കുന്ന വ്യക്തി എടുക്കുന്ന പ്രീമിയത്തിന് പകരമായി അയാളുടെ ഇൻഷുർ ചെയ്യുന്ന വിഷയവസ്തുക്കളിൽ മേൽ കടൽ യാത്രയിൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കരാറാണ്. അതായത് കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഉപകരണത്തിന്, ഏതെങ്കിലും വസ്തുവിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ അതിന് ഒരു മറൈൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാര തുക കമ്പനി തരും. അപ്പോൾ നമ്മൾ കടൽ യാത്രയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ ആ ഒരു വസ്തുക്കളിൽ മേൽ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മറ്റ് ഇൻഷുറൻസുകളാണ്. അപ്പോൾ ഈ ഒരു ലൈഫ് ഇൻഷുറൻസിനും ഫയർ ഇൻഷുറൻസിനും മറൈൻ ഇൻഷുറൻസിനും പുറമെ മറ്റ് പല ഇൻഷുറൻസുകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, കവർച്ച ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസുകൾ. ഈ ഒരു ലൈഫ് ഇൻഷുറൻസുകൾ പല തരത്തിലുണ്ട്. എക്സാമ്പിൾ പറയുമ്പം ആയുഷ്കാല പോളിസി, എൻഡോമെന്റ് പോളിസി, സംയുക്ത ലൈഫ് പോളിസി, ആനുറ്റി പോളിസി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ തരം മറൈൻ ഇൻഷുറൻസുകൾ ഉണ്ട്. കപ്പൽ അഥവാ ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ്, ചരക്ക് കൂലി ഇൻഷുറൻസ്, ഇവയൊക്കെ എന്താണ്? വിവിധ തരം മറൈൻ ഇൻഷുറൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10ാമത്തെ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്.